ബംഗ്ലാദേശിൽ നിന്നും ഒരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. നമുക്കറിയാം, ബംഗ്ലാദേശിൽ അരക്കൻ ആർമി എന്ന് പറയുന്ന മ്യാൻമറിലെ മിലിഷ്യൻ സംഘം അവിടെ കയറിയിരുന്നു. മ്യാൻമറിലെ ഈ സംഘം അവിടെ കയറി അരക്കൻ ആർമി ബംഗ്ലാദേശിന് വലിയ താക്കീത് കൊടുത്തിരുന്നു. ബംഗ്ലാദേശിനെ പ്രതിരോധത്തിലാക്കാൻ 60,000 റോഹിംഗ്യകളെ മ്യാൻമറിൽ നിന്ന് അങ്ങോട്ടേക്ക് കടത്തിവിട്ടിരുന്നു. ഇത് ഞങ്ങളും ജുണ്ടകളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന്റെ ഫലമായിട്ടാണ് അവർ അങ്ങോട്ടേക്ക് വരുന്നത് എന്ന വാദമാണ് മ്യാൻമർ ഉയർത്തിയിരുന്നത്. ഇതൊക്കെ ബംഗ്ലാദേശിന് വലിയ തലവേദനയായിരുന്നു. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശും ഇറങ്ങിക്കളിക്കാനായി ഒരുങ്ങിയിരിക്കുകയാണ്. ബംഗ്ലാദേശ് എന്താണ് ഇതിൽ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിന് പാകിസ്ഥാന്റെ പിന്തുണയുണ്ട് എന്നുകൂടെ നമ്മൾ ആലോചിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ കൊടുത്തൊരു വാർത്തയുണ്ട്. അതായത് പാകിസ്ഥാന്റെ സൈന്യം 51 വർഷങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവരെ അവിടെ നിന്നും അടിച്ചു പുറത്താക്കാൻ ഇന്ത്യ അടക്കം സഹായിച്ച ശേഷമാണ് ഈ കിഴക്കൻ പാകിസ്ഥാൻ അല്ല ബംഗ്ലാദേശിനെ ഇന്ന് കാണുന്ന ബംഗ്ലാദേശ് ആക്കിയത്. അതിനുശേഷം പാകിസ്ഥാന്റെ സൈന്യത്തെ അങ്ങോട്ടേക്ക് അടുപ്പിച്ചിരുന്നില്ല. ഷെയ്ഖ് ഹസീന ഉള്ള സമയത്ത് പോലും ഇവരുടെ ഒരു യുദ്ധക്കപ്പലിന് പോലും അവിടെ നങ്കൂരമിടാനുള്ള ഒരു അവസരം ചിറ്റഗോങ് പോർട്ടിലൊന്നും കൊടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വലിയ ചരിത്രമാണ്. 51 വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാന്റെ സൈന്യം പരിശീലനത്തിന് എന്ന രീതിയിൽ അങ്ങോട്ടേക്ക് ബംഗ്ലാദേശിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ ഒരു വാർത്ത കൊടുത്തിരുന്നു. ഇത് ഒരു വാർത്ത. രണ്ടാമതൊരു വാർത്ത നമ്മൾ കൊടുത്തിരുന്നത് ബംഗ്ലാദേശിൽ ഇപ്പോൾ ചരക്ക് കപ്പലുകൾ എന്ന രീതിയിൽ പല പാകിസ്ഥാനി കപ്പലുകളും വരുന്നു. ഇതിൽ നിന്ന് 50-ലേറെ ഭീകരർ ബംഗ്ലാദേശിലേക്ക് കടന്നിട്ടുണ്ട്. ആ കപ്പലിന് യാതൊരുവിധ സെക്യൂരിറ്റി ക്ലിയറൻസും ഇല്ലായിരുന്നു. പാകിസ്ഥാനിലുള്ള മുഴുവൻ ആൾക്കാരും തന്നെയാണ് ആ കപ്പൽ ഇവിടെ കൊണ്ടുവന്ന് അവിടെ സെക്യൂരിറ്റി ക്ലിയറൻസ് എന്ന രീതിയിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഇവരെ അങ്ങോട്ട് അകത്തേക്ക് പറഞ്ഞയച്ചത്. അവിടെ ഈ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അയാൾ ഒരു ഈ ക്ലിയറൻസ് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അയാളെ സ്ഥലം മാറ്റുന്ന കാഴ്ചയുമാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ബംഗ്ലാദേശിന്റെ ഈ ഒരു നീക്കമാണ്. ബംഗ്ലാദേശ് ഈ അരക്കൻ ആർമിയെ നേരിടാനായി റോഹിംഗ്യൻസിന്റെ ഒരു സൈന്യം രൂപീകരിക്കുന്നു. ഈ ബംഗ്ലാദേശിലുള്ള റോഹിംഗ്യൻസിന്റെ കയ്യിൽ ഇപ്പോൾ ആയുധങ്ങൾ വച്ചുകൊടുത്ത് പാകിസ്ഥാന്റെ ISI എന്ന് പറയുന്ന ചാര സംഘടനയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് അവരെ പരിപോഷിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മാധ്യമങ്ങൾ അതായത് ബംഗ്ലാദേശി മാധ്യമങ്ങളായിട്ടുള്ള ബ്ലിറ്റ്സ് അടക്കമുള്ളവർ പറയുന്നത് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് മുഹമ്മദ് യൂനിസ് ആണ്. നമുക്കറിയാം, മുഹമ്മദ് യൂനിസ് നോബൽ സമ്മാനമൊക്കെ കിട്ടിയ സമാധാനത്തിന്റെ മാടപ്രാവാണ്. ആ മുഹമ്മദ് യൂനിസ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട തല എന്നാണ് കൃത്യമായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശിലെ തന്നെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് റോഹിംഗ്യൻ ക്യാമ്പുകളിലെ ആൾക്കാർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള ISI ബംഗ്ലാദേശിൽ ഇറങ്ങി കളിക്കുന്നുണ്ടെന്ന് ഇന്ത്യക്ക് നേരത്തെ തന്നെ അറിയാം. പോരാത്തതിന് പാകിസ്ഥാൻ ഭീകരർ റോഹിംഗ്യൻ തീവ്രവാദ ഗ്രൂപ്പിനായി പുതിയ റിക്രൂട്ട്മെന്റുകളെ കോക്സ് ബസാറിൽ പരിശീലിപ്പിക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നു. ഈ കോക്സ് ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവരെ പരിശീലിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ചട്ടോഗ്രാമിൽ നിന്ന് കോക്സ് ബസാറിൽ ചെറിയ തോതിൽ ആയുധങ്ങൾ ഇവർക്ക് ഇപ്പോൾ തന്നെ വിതരണം ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. ഇതിൽ 2 കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ ബംഗ്ലാദേശിൽ ഒരു അരക്കൻ ആർമിയെ നേരിടാൻ ഒരു റോഹിംഗ്യൻ ആർമി സൈന്യം രൂപീകരിക്കുക എന്നുള്ളതിലൂടെ ഇവർ ഉദ്ദേശമിടുന്നത്. ഒന്ന്, അരക്കൻ ആർമിയെ നേരിടുക എന്നുള്ളത് തന്നെയാണ്. ഒരു സുപ്രധാന മിലീഷ്യൻ ആക്രമണം ആസൂത്രണം ചെയ്യുന്നു അരക്കൻ ആർമി ബംഗ്ലാദേശിൽ. അരക്കൻ സൈന്യം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. പോരാത്തതിന് ബംഗ്ലാദേശി സൈന്യം റോഹിംഗ്യകൾക്ക് അഭയം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ഉറപ്പായും ആക്രമിക്കും എന്ന് പറഞ്ഞ അരക്കൻ ആർമി അതിർത്തി പിടിച്ച് അവിടെ നിൽക്കുകയാണ്. പോരാത്തതിന് അവരെ, അതായത് ഈ അരക്കൻ ആർമിയെ തകർക്കുക എന്നുള്ളതാണ് ബംഗ്ലാദേശിന്റെ ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം സ്വാഭാവികമായിട്ടും നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇന്ത്യയാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യമാണ് ഇവരുടെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. പാകിസ്ഥാൻ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ടെക്നിക്ക് തന്നെയാണ് ബംഗ്ലാദേശും പാകിസ്ഥാന്റെ മറവിൽ ഉപയോഗിക്കുന്നത്. റോഹിംഗ്യൻ തീവ്രവാദികളുടെ സഹായത്തോടെ ഈ യൂനിസും ഈ പാകിസ്ഥാനും സൃഷ്ടിക്കുന്ന ഒരു വമ്പൻ പദ്ധതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പാകിസ്ഥാനിൽ ലഷ്കർ-ഇ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ് എന്നിങ്ങനെയുള്ള ഭീകര സംഘടനയൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ ഭീകരത ഉണ്ടാക്കാൻ പാകിസ്ഥാൻ സൃഷ്ടിച്ചതാണ് ഈ ഭീകര സംഘടനകളൊക്കെ പാകിസ്ഥാനിൽ. അവർ ഇപ്പോഴും നിരന്തരം ഇന്ത്യക്ക് തലവേദന ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഹിംഗ്യൻസിന്റെ ഒരു ആർമിയെ ബംഗ്ലാദേശിൽ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വിചാരിക്കുന്നത് ഇന്ത്യയെ ഈ കിഴക്കൻ ഭാഗത്ത് നിന്നും ഒരു ആക്രമണം എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാനും ഒരു സൈന്യം സജ്ജമായി നിൽക്കുമല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഒളിഞ്ഞിരിക്കുന്നത് ഈ റോഹിംഗ്യൻസ് എന്ന് പറയുന്ന ആ ഒരു ജനത, ഇവർ എവിടെ വന്നു കഴിഞ്ഞാലും ഇവരുടെ ആധിപത്യം സ്ഥാപിക്കാനാണ് ശ്രമിക്കുക. മ്യാൻമറിലടക്കം ഇവർ വന്നു. അവിടെയുള്ള ബുദ്ധിസ്റ്റുകൾക്ക് വലിയ തലവേദനയായി. ഇപ്പോൾ അവർ ബംഗ്ലാദേശിലേക്ക് വന്നു. ബംഗ്ലാദേശ് അവർക്ക് വെള്ളവും വളവും കൊടുക്കുകയാണ്. പാകിസ്ഥാൻ ബംഗ്ലാദേശി ജനതകൾക്കിടയിൽ ഇവരെ വളർത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെ വളർന്നു വന്നാൽ ഭാവിയിൽ അവിടെയുള്ള ബംഗ്ലാദേശിലെ ഇപ്പോൾ ഹിന്ദു ന്യൂനപക്ഷ വേട്ടയും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വേട്ടയൊക്കെയാണ് നടക്കുന്നത്. ആദ്യം ഈ റോഹിംഗ്യൻ തീവ്രവാദ ആർമിക്ക്
ആർമിയുടെ കത്തിക്കിരയാകാൻ പോകുന്നത് ബംഗ്ലാദേശിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ തന്നെയായിരിക്കും എന്നുള്ള വലിയൊരു സത്യം ഇതിൻ്റെ പിന്നിൽ മറഞ്ഞിരിപ്പുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് മുഹമ്മദ് യൂനിസ് ഇതിനൊരു അനുമതി കൊടുത്തത് എന്നും നമുക്ക് കരുതാൻ നിർവാഹമില്ല. എന്തായിരുന്നാലും പാകിസ്ഥാന്റെ പ്ലാന് വിജയമാണ്. കാരണം പാകിസ്ഥാൻ അരക്കൻ ആർമിയെ നേരിടാനായി ബംഗ്ലാദേശിൽ ഒരു ആർമി രൂപീകരിക്കുന്നു റോഹിംഗ്യകളുടെ. പാകിസ്ഥാനിൽ എന്നാൽ റോഹിംഗ്യകളെ കയറ്റേം വേണ്ട, ഇന്ത്യയെ അടിക്കുകയും ചെയ്യാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.